ആര്യൻ രചന അളകുനന്ദ ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും താര നെഞ്ചിൽ തന്നെയായിരുന്നു. ശാന്തമായി ഉറങ്ങുന്നവനെ നോക്കി അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ കിടന്നു. തലേന്ന് അവനെ കെട്ടിപ്പിടിച്ചവും അവൻ കവിളിൽ ഉമ്മ വെച്ച് മൂർക്കെ നെയ്യുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. അല്പം വൈകിയിരിക്കുന്നു. വീട്ടിലാണെങ്കിൽ രാവിലെ 4:30 എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ അമ്മായി വന്ന് വെള്ളം കോരിയഴിച്ച് എഴുന്നേൽപ്പിക്കും. ഇന്നലെയാണൊന്നും മനസ്സമാനത്തോടെ ഉറങ്ങിയത് തന്നെ. ഓരോന്ന് ഓർത്ത് താഴത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയ്ക്കൊപ്പം കലവില കൂട്ടുന്ന ശിവയെ കണ്ടു. ആഹാ, പുതുപ്പെണ്ണി ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. അത് രാവിലെ എഴുന്നേറ്റ് വിളക്കൊളുത്തി വന്ന് അടുക്കള പണിയൊക്കെ ചെയ്യണ്ടേ? ശിവ ചോദിച്ചതും അങ്ങനെ വേണോ എന്നർത്ഥത്തിൽ നിഹ ജയന്തിയെ നോക്കി. എന്റെ മോളെ, ഈ പെണ്ണോരോ വട്ട് പറയുന്ന നീ അതൊന്നും കാര്യാക്കണ്ട. മോളെ എപ്പോഴാന്ന് വെച്ചാൽ എഴുന്നേറ്റാൽ മതി. ഇവിടെ ഇപ്പൊ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അതിന് മാത്രം ജോലികളൊന്നുമില്ല. അടുക്കളയിലെ കാര്യം നോക്കാൻ ലതയുണ്ട്. ജയന്തി പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. ശേഷം ശിവയെ നോക്കിയപ്പോൾ അവൾ ആകി ചിരിയോടെ നിൽപ്പുണ്ട്. എന്തു പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കയറി വിശ്വസിക്കരുത് ചേച്ചി പെണ്ണെ. അവൾ നീയുടെ തലയിൽ ചെറുതായിട്ടൊന്ന് കൊട്ടി. വേഗം പോയി റെഡി ആയിട്ട് വാ ചേച്ചി, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാൻ അതിനെ ഈ കാലത്തിന് ഒരുങ്ങി കിട്ടി വന്ന്. എന്തോ എങ്ങനെ? നിന്നെ അമ്മ ചവിട്ടി എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി വിട്ടു എന്ന് പറ മോളെ ശിവ. അവിടേക്ക് വന്ന കുട്ടു പറയുന്ന കേട്ട് ശിവ ഒരു ചമ്മിയ മുഖത്തോടെ നിഹയെ നോക്കി. അച്ഛനെയും കൂട്ടി പോയിട്ട് വാ മോളെ. നല്ലൊരു ജീവിതം തരാൻ ഈശ്വരനോട് എൻ്റെ മോള് പ്രാർത്ഥിക്കുക. നല്ല മനസ്സുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാണ്ടിരിക്കില്ല. ജയന്തി നിറകണ്ണുകളോടെ പറഞ്ഞതും നിഹ തലകുലുക്കി. ആളെവിടെ? എഴുന്നേറ്റില്ലേ? മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറും വഴി കൃഷ്ണജിത്ത് ചോദിച്ചു. ഇല്ല, ഉറക്കുക. നിഹ മറുപടി പറഞ്ഞു. ജയന്തി കൊടുത്ത പുതിയ സെറ്റ് മുണ്ടുമായിരുന്നു നിഹ ധരിച്ചത്. പച്ച നിറത്തിലുള്ള ബ്ലൗസ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. മെറൂൺ കളറുള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് കുട്ടിയോടൊപ്പം ഇറങ്ങി വരുന്നവനെ അവൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. കുട്ടി നിഹക്കരികിലായി അവനെ കൊണ്ട് നിർത്തി. ജയന്തി ഇരുവരെയും അതിയായ സന്തോഷത്തോടെ നോക്കി. കളപം ചാർത്തി കൃഷ്ണവിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നിഹയുടെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. എന്താണ് പ്രാർത്ഥിക്കേണ്ടെന്ന് അവൾക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. അരികിൽ അവിടെ ഉണ്ടായിരുന്ന മണിയടിക്കാൻ സമ്മതിക്കാത്തതെന്ന് കുട്ടിവിനോട് പിണങ്ങി നിൽക്കുന്ന ആര്യനും. അവളവന്റെ കൈകൾ ഭഗവാന് നേരെ കൂപ്പി പിടിപ്പിച്ചു. പ്രാർത്ഥിക്കാ ചേട്ടാ, അച്ഛൻ്റെ അസുഖമൊക്കെ മാറ്റി തന്ന് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? ആൾ നിറകണ്ണുകളോട് അവനോട് ചോദിച്ചു. അവനും വെറുതെ തലയാട്ടി ആ നടയിലേക്ക് നോക്കി. ക്ഷേത്രത്തിൽ നിന്നും തിരികെ ഇറങ്ങുമ്പോൾ നിഹ ഒന്നുകൂടി തിരിഞ്ഞ ആ നടയിലേക്ക് നോക്കി. പുഞ്ചിരി തൂവി നിൽക്കുന്ന കള്ളകൃഷ്ണനെ അവൾ മനംനൊന്ത് വിളിച്ചു. അസുഖമൊക്കെ മാറ്റി പഴയ തേജസ്സോടെ അച്ചുവേട്ടനെ എനിക്ക് തന്നേക്കണേ കണ്ണ. ഞാൻ നോയിക്കോളാം, എൻ്റെ പ്രാണനെ പോലെ നോയിക്കോളാം. അവൾ പ്രാർത്ഥനയോടെ പടിയിറങ്ങി. അവൾക്കുള്ള മറുപടി എന്നോണം ഒരു മണിയൊച്ച ഉയർന്ന് നിഹ കേട്ടിരുന്നില്ല. വാ നിഹ, ദേ കേശവൻ നിൽക്കുന്നു. അമ്പലത്തിനടുത്തുള്ള വലിയൊരു മരത്തിന് ചുവട്ടിൽ നിൽക്കുന്ന ആനയെ ചൂണ്ടിക്കാട്ടി അച്ചോളോട് പറഞ്ഞു. അതിനൊപ്പം അവൻ അവിടേക്ക് ഓടി. അച്ചേട്ടാ നിക്ക്, അച്ചേട്ടാ! നിഹയന്മാരുടെ പേര് വിളിച്ച് പിന്നാലെ ചെന്നു. എടുത്തി, അത് നമ്മളിവിടെ നടക്കിരുത്തിയ ആനയാ കേശവൻ. ഇവിടെ വരുമ്പോഴെല്ലാം അച്ചേട്ട അവൻ്റെ അടുത്ത് പോറില്ല. പേടിക്കണ്ട, എല്ലാവരും കേശവനെ പരിചയ, നമ്മളൊന്നും ചെയ്യില്ല. കൃഷ്ണജിത്ത് നിഹയെ സമാധാനിപ്പിച്ചു. ശിവ കാറിൽ നിന്നും വലിയൊരു കവറെടുത്ത് വരുന്നുണ്ടായിരുന്നപ്പോൾ അതിൽ കുറച്ച് പഴവും ശർക്കരയായിരുന്നു. അവരെല്ലാവരെയും കണ്ടപ്പോൾ കേശവൻ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നുണ്ട് നിഹക്ക് കൗതുകം തോന്നി. ആര്യനാണെങ്കിൽ അവന്റെ ദേഹത്തൊക്കെ തഴുകി എന്തൊക്കെയോ കളിച്ചിരികൾ പറയുകയാണ്. ശിവ കൊണ്ടുകൊടുത്ത പഴവും ശർക്കരയൊക്കെ കേശവന് കൊടുത്ത ആര്യനായിരുന്നു. അതെല്ലാം കേശവൻ അനുസരണയോടെ കഴിക്കുന്നുണ്ടായിരുന്നു. കേശവ, നീ കണ്ടോ? ഇതാ എന്റെ ഭാര്യ, ഇതാ എന്റെ കിളിക്കുഞ്ഞ്. നീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കളിപ്പാട്ടം കാട്ടിക്കൊടുക്കുന്ന പോലെ ആര്യൻ അത് പറയുമ്പോൾ ആര്യന്റെ കണ്ണുകളിലും മുഖത്ത് നിറയുന്ന സന്തോഷം നീയെയും കൃഷ്ണയും ശിവയും ഒരുപോലെ നോക്കി കാണുകയായിരുന്നു. നീക്ക് പക്ഷേ ആനക്കരികിലേക്ക് പോകാൻ പേടിയായിരുന്നു. പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ പിന്നിലേക്ക് മാറി നിന്നു. പക്ഷെ ആര്യൻ അവളെ പിടിച്ച് കേശവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. വീട്ടച്ചേട്ടാ, എനിക്ക് പേടിയാ, ഇതെന്തെങ്കിലും ചെയ്യും, എനിക്ക് പേടിയാ, ഞാൻ വരുന്നില്ല. നീ അവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. ആര്യൻ അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്ത്. നീ ആ കൗതുകത്തോടെ അവന്റെ ചിരി നോക്കി നിന്നു. അത്രയും ഭംഗിയുള്ള ആ ചിരി ആരാണ് നോക്കി നിൽക്കാത്തത്? ഒന്നുമില്ല കിളിക്കുഞ്ഞെ, പേടിക്കണ്ട കേട്ടോ, ഇത് നമ്മുടെ കേശവനല്ലേ, ഒന്നും ചെയ്യൂല. ദേ കേശവ, നിന്നെ ഇവൾക്ക് പേടിയാണെന്ന്. അവനത് പറഞ്ഞ് വീണ്ടും ചിരിച്ചു. കേശവൻ അവന്റെ നീളം തുമ്പിക്കൈക്കൊണ്ട് ആര്യനെയും ശേഷം അവന്റെ കൈകൾ ഒതുങ്ങി നിൽക്കുന്ന നിഹയുടെയും ചുമലിലും തൊട്ടു ഒരനുഗ്രഹം പോലെ. ഇപ്പൊ പേടി മാറി കിളിക്കുഞ്ഞെ, ഇനി ഒരിക്കലും അവന്റെ പുറത്തു ചുറ്റി നാട് മുഴുവൻ ചുറ്റിക്കാണിക്കാട്ടോ. ആര്യൻ അത് പറയുമ്പോൾ നീ ഒരു നെടുവീർപ്പോടെ കേട്ടു നിന്നു. ശേഷം തിരികെ കാറിനടുത്തേക്ക് നടക്കാനൊരുങ്ങിയതും അമ്പലത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരാളിലേക്ക് അവരുടെ മിഴികൾ പതിഞ്ഞു. ആകാശ്. അവനെ കണ്ടതും കൃഷ്ണജിത്തിന്റെ കണ്ണിൽ ദേഷ്യമായിരുന്നു. ആകാശിനെ തിരിച്ചു. പക്ഷേ ശിവ അവളുടെ കണ്ണുകൾ ആകാശിനെ കണ്ടപ്പോൾ ഒന്ന് തിളങ്ങിയത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അക്കു! ആര്യൻ അവനെ കണ്ട് സന്തോഷത്തോടെ വിളിച്ചു. വേണ്ട ചേട്ടാ, വാ നമുക്ക് പോവാം. അച്ചുവിനെ തടഞ്ഞുകൊണ്ട് കുട്ടു മുമ്പിലേക്ക് കയറി നിന്നു. എന്താടാ കൃഷ്ണ, നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കാൻ നോക്കുക?
ആകാശ് വല്ലാത്തൊരു ചിരിയോട് അർത്ഥം വെച്ച് പറഞ്ഞു. പിന്നിൽ നിൽക്കുന്ന നിഹയൊന്നും നോക്കാനോ മറന്നില്ല. ഒളിപ്പിക്കാനോ? എന്ത്? വെറുതെ ഒരു വഴക്കിൽ നിൽക്കേണ്ട ആകാശ്. നീ ഇത് അമ്പല ഓർമ്മച്ചോ? നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വേണ്ട. ഈ തലക്ക് സുഖമില്ലാത്തവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നല്ലാതെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അക്കു അത് ചോദിച്ചതും നിനക്ക് അവനോട് ദേഷ്യം തോന്നി. സ്വന്തം ചേട്ടന്റെ സ്ഥാനത്തുള്ളവനാണ്, അങ്ങനെയുള്ള ആളെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ശിവയുടെ കണ്ണുകളിൽ തിളക്കമൊന്നും മങ്ങി. എപ്പോഴോ എന്നോ ഉള്ളിൽ കയറിക്കൂടിയൊരു ഇഷ്ടമുണ്ട് ഇവനോട്. പക്ഷെ അവൻ വാ തുറന്നാൽ അത് തീർന്നു. മനസ്സിൽ നിന്നും പറിച്ചെടുത്ത് കളയാനും പറ്റുന്നില്ല. അവൾ ദേഷ്യം കൊണ്ട് പല്ലുകടിച്ചു. അക്കു, നീ എന്തിനു കുട്ടുവിനോട് വഴക്കിടുന്നേ? വേണ്ടാട്ടോ, ചീത്ത പിള്ളേരെ വഴക്കുണ്ടാക്കുന്നേ. നിങ്ങൾ കൂട്ടുകൂട്. ആകാശിന്റെ കൈ പിടിക്കാനൊരുങ്ങിക്കൊണ്ട് ആര്യൻ പറഞ്ഞു. എന്നാൽ അവൻ ആര്യന്റെ കൈകൾ തട്ടിയെറിഞ്ഞു. ഈ ഭ്രാന്തനെ വട്ട് വർത്താനങ്ങളൊന്നും കേട്ട് സമയം കളയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതിനെ കൂടി പോകാൻ നോക്ക് മക്കള്. ആകാശ് മുന്നോട്ട് നടന്നു. കൃഷ്ണ അവനെ നോക്കി ദയിപ്പിക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെ അതേ മോൻ തന്നെ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. പക്ഷേ കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന അച്ചുവിന്റെ മുഖം നിഹയെ കൂടുതൽ നൊമ്പരപ്പെടുത്തി. തിരികെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ പോകുമ്പോഴുണ്ടായിരുന്ന സന്തോഷം ആരുടെയും മുഖത്തുണ്ടായിരുന്നില്ല. ആര്യന്റെ മുഖം കുഞ്ഞിപ്പിള്ളേരെ പോലെ വീർത്തിരിപ്പുണ്ട്. കൃഷ്ണയുടെ മുഖം ദേഷ്യത്തിലാണ്, നിഹ സങ്കടത്തിലും. എന്തിനാ കിളിക്കുഞ്ഞെ അക്കു എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്നവന് ഇഷ്ടമില്ലാത്ത എന്താ? എനിക്ക് ഭ്രാന്താണോ? അവന്റെ ആ ചോദ്യം കേട്ട് നിഹയുടെ ഉള്ളുലഞ്ഞു. എന്ത് മറുപടിയാണ് താൻ പറയുക? അറിയില്ലല്ലോ. ഈ പാവത്തിനോട് അത്രയും ക്രൂരമായി സംസാരിക്കാനൊക്കെ എങ്ങനെ തോന്നുന്നു? മനുഷ്യത്വമില്ലാത്തവൻ. അവനോട് പോകാൻ പറ അച്ചുവേട്ട. അച്ചുവേട്ടന് ഞങ്ങളില്ലേ? ഞങ്ങൾക്കൊക്കെ എന്തിഷ്ടം അച്ചുവേട്ടനെ? ശിവ അത് പറഞ്ഞതും ആര്യന്റെ മുഖം പൂനിലാവ് പോലെ തെളിഞ്ഞു. ആര്യൻ മുഖം ചിരിച്ച് അങ്ങനെയാണോ എന്ന് നിഹയോട് ചോദിച്ചതും അവളും പുഞ്ചിരിയോടെ തലയാട്ടി. അത് മതിയായിരുന്നു അവന്റെ ചെറിയ മനസ്സ് നിറയാൻ. ആര്യന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും കുട്ടുവിനും സമാധാനമായി. എനിക്ക് വേണ്ട കിളിക്കുഞ്ഞെ, എനിക്ക് മരുന്ന് വേണ്ട. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. നീട്ടിയ ടാബ്ലറ്റ് കഴിക്കാൻ കൂട്ടാക്കാതെ ആര്യൻ വാപത്തി നിൽപ്പാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അച്ചുവേട്ട? അസുഖമൊക്കെ മാറണ്ടേ? എന്നാലേ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റൂ. വേണ്ട, ഞാൻ ഇത് കഴിക്കൂല. അവൻ വാശി പിടിച്ചു. അച്ചുവേട്ടനല്ലേ പറഞ്ഞ് എന്നെ നല്ലോണം നോക്കിക്കോളാന്ന്. അസുഖമൊക്കെ മാറാതെ എന്നെ എങ്ങനെയാ നോക്കുന്നേ? നമുക്ക് എവിടെയൊക്കെ പോവേണ്ടതാ? വേണ്ടേ? വേണം, അവൻ ചിരിയോടെ പറഞ്ഞു. എന്നാ ഈ കുളി കഴിക്ക്. ഇത് കഴിച്ച പിന്നെ കയ്പാ കിളിക്കുഞ്ഞേ. അവൻ ചുണ്ടു വിളർത്തി. കഴിക്ക്. കയ്പാണെങ്കിൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ താഴെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം എടുത്തുകൊണ്ട് വരാം. ശരിക്കും? ശരിക്കും. അവൻ കുളി കഴിച്ച് തീരും മുന്നേ നീ താഴെ പോയി ഐസ്ക്രീം അവന് കൊണ്ടുകൊടുത്തു. ആര്യൻ അത് കുഞ്ഞിപ്പിള്ളേർ കഴിക്കുന്ന പോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവൾ ചിരിയോടെ നോക്കിയിരുന്നു പോയി. കിളിക്കുഞ്ഞിന് വേണോ? അവൻ ചോദിക്കുന്നേട്ട് അവൾ വേണ്ടെന്ന് തലയാട്ടി. ഉള്ളിൽ അറിയാതെ അവനോട് അടുത്തു പോകുന്നത് നിഹ അറിയുന്നുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് ചിലർ നമുക്ക് പ്രിയപ്പെട്ടവരാവുന്നത്. മുമ്പ് തന്റെ ജീവൻ രക്ഷിച്ച് അവനോടുള്ള ആരാധനയിൽ കവിഞ്ഞ വാത്സല്യം കലർന്ന പ്രണയമായിരുന്നു അവൾക്ക് ആര്യനോട് തോന്നിയിരുന്നത്. അവന്റെ നെഞ്ചിൽ തലവെച്ച ആ ഹൃദയമിടിപ്പ് കേട്ട് നിഹ കണ്ണുകളടച്ചു. ഇനി ഒരിക്കലും തന്നെ ഈ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റരുതേ എന്നായിരുന്നു ആ നിമിഷം അവൾ പ്രാർത്ഥിച്ചത്. അതൊന്നും അറിയുന്നില്ലെങ്കിലും ആര്യൻ അവന്റെ കിളിക്കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ SR ഗ്രൂപ്പായിട്ടുള്ള മീറ്റിംഗിൽ നമ്മുടെ കമ്പനി റെപ്രസെന്റ് ചെയ്യുന്ന അഖിലാണോ? യെസ്. ആകാശിന്റെ ചോദ്യം കേട്ട് കൃഷ്ണജിത്ത് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാൻ തന്നെ പറഞ്ഞു. അതിനാ അവൻ? ആകാശിന്റെ മുഖത്ത് ദേഷ്യമായിരുന്നു. എനിക്കിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് അഖിലിനോട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അതിനിപ്പോ എന്താ ആകാശ്? എടാ ചെറുക്ക, നീ വലിയ ആള് കളിക്കല്ലേ? ഇവിടെ ഇവനുണ്ടായിരുന്നല്ലോ, എന്റെ മോനെന്താ മീറ്റിംഗ് പങ്കെടുത്ത് ഒക്കില്ലേ? സച്ചി അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു. മുൻപ് അങ്ങനെ ഒരു അബദ്ധന്റെ അച്ചുവേട്ടൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് അങ്കിളിന്റെ മോനെ അറിയാലോ. എത്ര രൂപയുടെ നഷ്ടമൊന്നും ഉണ്ടായത്, അതുകൊണ്ട് അത് ആവർത്തിക്കാൻ താല്പര്യമില്ല. കൃഷ്ണ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി. സച്ചിയും ആകാശും അവനെ നോക്കി പല്ലുകടിക്കുന്നുണ്ടായിരുന്നു. നീ എത്ര കിടന്ന് കളിച്ചാലും ആരും ചന്ദ്രശേഖരന് പകരാവില്ല കേട്ടോ. നീ അവന്റെ വെറും നിഴല് മാത്ര. അവനെപ്പോലും ഞങ്ങള് എന്തോ പറയാൻ തുടങ്ങിയതും സച്ചി അത് പറയാതെ വിഴുങ്ങി. അല്ലെങ്കിലും അങ്ങനെ ആർക്കും പകരാവണമെന്ന് ഈ കൃഷ്ണജിത്തിനൊരു മോഹമില്ലെങ്കിൽ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇവിടെ വേറെ പലരും അല്ലേ? അവൻ അർത്ഥം വെച്ച് പറഞ്ഞു. ആര്യനൊപ്പം ശിവയുടെയും കൃഷ്ണജിത്തിനെയും വീട്ടിൽ വന്നാണ് നിഹ. കൗസ്തൂപം പോലെ തന്നെ വലിയൊരു വീടായിരുന്നു അവരുടേതും. പക്ഷേ മോഡേൺ രീതിയിൽ പണി കഴിപ്പിച്ചതായിരുന്നു. ഗേറ്റ് കടന്ന് ചെന്നതും ചിരപരിചിതനെ പോലെ ആര്യൻ കൂട്ടു എന്ന് വിളിച്ച് അകത്തേക്ക് ഓടി. നീ ആദ്യമായി ചെല്ലുന്നതുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടാണ് അകത്തേക്ക് ചെന്ന്. ഗേറ്റിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് വീട്ടിലേക്ക്. ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന നടപ്പാതക്കിടയിൽ പുല്ല് വളർത്തിയിട്ടുണ്ട്. ഇരു സൈഡിലും നിറയെ ചെടികളും മരങ്ങളും. നല്ല ഭംഗി. നിഹ മനസ്സിൽ ചിന്തിച്ചു. ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കൗസ്തവത്തിലേക്കെങ്കിലും ഇവിടെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ആര്യന്റെ വീട്. ആഹാ, ആരാ ഇത്? ചെറിയമ്മയുടെ അച്ചൂട്ടനോ? രാധിക ആര്യനെ സ്നേഹത്തോടെ കവിളിൽ തലോടി. പിന്നാലെ വരുന്ന നിഹയെ അവർ അരുമയോടെ സ്വീകരിച്ചിരുത്തി. ശിവ അപ്പോഴേക്കും അവർ കുടിക്കാനായി ജ്യൂസ് എടുത്തുകൊണ്ട് വന്നു. ചെറിയമ്മേ, കുട്ടുവിന്റെ? ആര്യൻ അവരോടായി തിരക്കി. അവൻ ഗാർഡനിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ മോനെ, അച്ചൂട്ടൻ വന്നപ്പോ കണ്ടില്ലേ? അവർ ചോദിച്ചതും അച്ചു ഇല്ലെന്ന് തലയാട്ടി.
എന്നാ മോൻ പോയി നോക്കിയിട്ട് വാട്ടോ. ആര്യൻ പുറത്തേക്ക് പോകുന്നുണ്ട്. രാധിക അവനെ തന്നെ നോക്കി നിന്നു. എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. എങ്ങനെ നടന്ന കുട്ടിയാ എൻ്റെ കുഞ്ഞ്. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് അവനൊന്ന് സുഖാക്കി കൊടുക്കണേ ദേവി. അവരുടെ മനസ്സിൽ നിറഞ്ഞ പ്രാർത്ഥനയായിരുന്നു. കണ്ണുകളിൽ തേജസ്സോടെയും പൗരുഷത്തോടെയും നിൽക്കുന്ന ആര്യന്റെ മുഖവുമായിരുന്നു. ശിവ നീയെ വീട് ചുറ്റി കാണിക്കാൻ തിരക്കിലായിരുന്നു. ശിവ കാട്ടിക്കൊടുക്കുന്ന ഓരോന്നും കൗതുകത്തോടെ നീഹ നോക്കിക്കണ്ടു. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള വീട് അവൾ ആദ്യമായി കാണുകയായിരുന്നു. ഇതുപോലൊക്കെ തന്നെയാണ് ആര്യന്റെ വീടും. ബാൽക്കണിയുടെ അരികിലെത്തിയപ്പോൾ ഒരു ഇളം കാറ്റ് അവളുടെ മുടികളെ തഴുകി കടന്നുപോയി. താഴെ കേൾക്കുന്ന ശബ്ദം അവളുടെ ശ്രദ്ധയെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു. അവിടെ സിമന്റ് ബെഞ്ചിലിരുന്നുകൊണ്ട് തന്റെ ലാപ്ടോപ്പിൽ മിഴികൾ അയച്ചിരിക്കുകയായിരുന്നു കൃഷ്ണ. അവൻ്റെ അടുത്തായി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന ആര്യനും. ഒരു നിമിഷം അവളുടെ മുഖമൊന്ന് മങ്ങി. ഹൃദയം നൊന്തു. കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന നീയെ കണ്ട ഒരു വേള ശിവ ഭയപ്പെട്ടു. ശേഷം അവൾ നോക്കുന്നിടത്തേക്ക് മിഴികൾ അയച്ചപ്പോൾ ആ കണ്ണുനീരിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. അവൾക്ക് സങ്കടം തോന്നി. ഞങ്ങളുടെ അച്ചുവേട്ടൻ ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. ഒരു വലിയ കുടുംബത്തെ നയിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പൊ കുഞ്ഞു കുട്ടികളെപ്പോലെ. ശിവയുടെ മനസ്സ് പഴയ ഓർമ്മകളിൽ നനഞ്ഞു. കുട്ടുവിനെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ എന്തൊക്കെയോ പറഞ്ഞ് ശല്യം ചെയ്യുന്ന അച്ചുവേട്ടൻ അവനെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. കുട്ടുവിനെ തോണ്ടുന്നു. കുട്ടുവാണെങ്കിൽ മറുത്തൊന്നും പറയാതെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ചുണ്ടിൽ ചിരി വിരിയുന്നുണ്ട്. സത്യം പറഞ്ഞ അത് കണ്ടപ്പോൾ ശിവയുടെ ചുണ്ടിലും ചിരി വിരിഞ്ഞു. ചേച്ചിക്കറിയോ, പണ്ട് ഇതുപോലെയായിരുന്നു കിച്ചുവേട്ട അച്ചുവേട്ടനോട്. ആളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അച്ചുവേട്ടനെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെ പിന്നാലാണെന്ന് കലവിൽ കൂട്ടും. പക്ഷെ അച്ചുവേട്ടനൊന്നും പറയില്ല കേട്ടോ. അവനെ വഴക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയാൽ മാത്രം ചെവിക്ക് പിടിച്ച് തിരിച്ചു വിടുന്ന കാണാം. ശിവ ഓർമ്മകളിൽ പുഞ്ചിരിച്ചു. നിഹയും പക്ഷേ കാലം ഇതിങ്ങനെ തിരിച്ചു കാണിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചേച്ചി. ഇതിങ്ങനെ കാണണ്ട എനിക്ക്. ഞങ്ങളുടെ പഴയ അച്ചുവേട്ടനെ തിരികെ കിട്ടിയാൽ മതി. ചേച്ചിക്കറിയാവും, കിച്ചുവേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ശരിക്കും കുട്ടികളെ മാറാത്ത പോലെയായിരുന്നു. കാരണം എല്ലാം നോക്കാൻ അച്ചുവേട്ടനും വലിയച്ഛനും അച്ഛനൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ പെട്ടെന്ന് നടന്ന ആ സംഭവങ്ങളുടെ ആഘാതത്തിൽ എല്ലാവരെയും പോലെ കിച്ചുവേട്ടനും മാറിപ്പോയി. ഇപ്പോൾ ഭയങ്കര ഗൗരവമാണ്. അതുപോലെ എപ്പോഴും ജോലിയിൽ മുഴുകിയാണ് ഇരിപ്പ്. എല്ലാവരും മാറിപ്പോയി ചേച്ചി. ആരും ആഗ്രഹിക്കാത്തൊരു മാറ്റം. ശിവ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അപ്പോഴേക്കും താഴെ രാധിക അവരെ വിളിച്ചു. ഇന്ന് ഉച്ചഭക്ഷണം അവർക്ക് അവിടെ നിന്നായിരുന്നു. രാധിക തൂഷനിലിട്ട് ചോറ് വിളമ്പി. ശിവ കൂട്ടാനും മറ്റുമൊക്കെ ഇലത്തുമ്പിൽ വിളമ്പിക്കൊണ്ടിരുന്നു. നീയെ സഹായിക്കാൻ എഴുന്നേറ്റെങ്കിലും അവരവളെ അവിടെ പിടിച്ചിരുത്തി. അപ്പോഴേക്കും കുട്ടുവാര്യനും കയറി വന്നു. കുട്ടുവാര്യന്റെ തോളിൽ ചാരി ചിരിയോടെയാണ് വരുന്നത്. ആ കാഴ്ച കണ്ട് ഒരു വേള ചോറ് വിളമ്പിക്കൊണ്ടിരുന്ന രാധിക അത്ഭുതത്തോടെ നോക്കി. മുൻപെപ്പോഴും അവർ കണ്ടിരുന്ന കാഴ്ച ആവർത്തിച്ച പോലെ ആ മുഖം തിളങ്ങി. ആര്യന്റെ കൈകൾ തൂങ്ങി നടക്കുന്ന കുട്ടു അവർക്ക് നിത്യ കാഴ്ചയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആര്യൻ അവരൊരു കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു കൊണ്ടു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ വരവ് രാധികയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അപ്പോൾ ആര്യനെ കണ്ടാൽ അവന് യാതൊരു കുഴപ്പമുള്ളതായി തോന്നുകയില്ലായിരുന്നു. ആര്യനിരുന്ന് ഓരോന്നും നുള്ളിപ്പെറുക്കുന്നാണ്ട് നീ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുഴച്ചു വെക്കുന്നല്ലാതെ അവനൊന്നും കഴിക്കുന്നില്ല. മുഖമൊക്കെ മങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീഹക്കും കഴിക്കാനാവുന്നില്ലായിരുന്നു. കഴിക്കുന്നില്ല അച്ചേട്ടാ? അവൾ മെല്ലെ ചോദിച്ചു. എനിക്ക് വേണ്ട കിളിക്കുഞ്ഞ്, കഴിക്കണ്ട. അവനിലയിൽ നോക്കി ചുണ്ട് വിളർത്തി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കുറച്ചിങ്ങനെ കഴിക്കാച്ചേട്ടാ, അവൾ നിർബന്ധിച്ചു. എങ്കിലും അവൻ ഓരോ വറ്റെടുത്ത് വായിൽ വെക്കും. വെറുതെ ഇരിക്കും, അത്ര തന്നെ. തൻ്റെ ഇലയിൽ അവൾ പപ്പടവും സാമ്പാറും അല്പം അച്ചാറും കൂട്ടിക്കുഴച്ചെടുത്ത് ആര്യന് നേരെ നീട്ടിയതും ആര്യന്റെ കണ്ണുകൾ വിടർന്നു. അവൻ ആ ഉരുളക്കായി വാ തുറന്നു. അത് കഴിക്കുകയും ചെയ്തു. വീണ്ടും നീഹ നീട്ടിയ എല്ലാ ഉരുളകളും ആര്യൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ നിമിഷം നീഹ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവന് ഊട്ടുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ കൊടുത്തിരുന്നത്. അവന്റെ വിശപ്പ് മാറിയതും ചുറ്റുള്ളവരുടെ എല്ലാം നോട്ടം തങ്ങളിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായതും കുഞ്ഞൊരു ചമ്മൽ നീഹയെ പൊതിഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയും ചമ്മിയ ചിരിയും രാധികയുടെയും കുട്ടുവിൻ്റെയും ശിവയുടെയും എല്ലാവരുടെയും മനസ്സ് നിറച്ചു. ശരിയാണ് അച്ചുവേട്ടാ, നിങ്ങളന്ന് പറഞ്ഞെല്ലാം ശരിയാണ്. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നിധി ആ കിളിക്കുഞ്ഞാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊരിക്കലും തെറ്റിയിട്ടില്ല അച്ചുവേട്ടാ. കൃഷ്ണയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.